ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കിംഗ് വിത്ത് മീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി പനീർ ചപ്പാത്തി റോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പേര് കേട്ട് പേടിക്കാനൊന്നുമില്ല, ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ള അതേ ഐറ്റംസ് മാത്രം വെച്ചിട്ട് ഉണ്ടാക്കാനും പറ്റുന്ന ഒരു സിമ്പിൾ ഡിഷാണിത്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ വെക്കാനോ അല്ലെങ്കിൽ ഈവനിങ്ങിൽ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാനോ ഒക്കെ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് പനീർ ഇതേപോലെ നല്ലപോലെ കൈ വെച്ച് പൊടിച്ച് മാറ്റി വെക്കണം. അതിനുശേഷം ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ചെറിയ ജീരകം വെച്ച് ഒന്ന് മൂപ്പിക്കണം. അങ്ങനെ ചെറിയ ജീരകം ചേർത്ത് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള കുറച്ച് ചേർത്ത് കൊടുക്കണം. കുറച്ച് ഉപ്പുപൊടി കൂടി ചേർത്തിട്ട് സവാള അധികമൊന്നും വാടി വരേണ്ട ആവശ്യമില്ല. അതിനുശേഷം അതിലേക്ക് 2 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതും ചേർത്തതിന് ശേഷം ഒന്ന് വാടി വരുമ്പോൾ പകുതി തക്കാളി പൊടിയായി അരിഞ്ഞതും ചേർത്ത് 2 മിനിറ്റ് ഇളക്കി നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്നും കൂടി വഴറ്റിയെടുക്കണം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണം. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പനീറും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പനീർ കൊണ്ടുള്ള അകത്ത് വയ്ക്കുന്ന മസാല തയ്യാറായിട്ടുണ്ട്. ഇനി ഒരു ചപ്പാത്തി എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കണം. അങ്ങനെ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തതിന് നല്ലപോലെ ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പനീറിൻ്റെ കൂട്ടുണ്ടല്ലോ, അത് ഇതേപോലെ ചപ്പാത്തിയുടെ നടുവിലേക്ക് വെച്ച് കൊടുക്കണം. ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. ആവശ്യത്തിന് മസാല വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒന്ന് റോള് ചെയ്ത് എടുക്കുക. നല്ലപോലെ ഒന്ന് ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കുക. ഇതേപോലെ റോള് ചെയ്ത് എടുത്താൽ മതി. ഇനി ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസുമായിട്ട് ഇനി വീണ്ടും വരാം.